ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് ഞാൻ നാട്ടിലെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഖത്തറിലേക്ക് തിരിച്ചു പോകുന്ന സമയത്തെടുത്ത വീഡിയോ ആണ്. നല്ല മഴയായിരുന്നു അന്നേരം. നമ്മൾ പോകുന്നത് പാൽച്ചുരം വഴി കണ്ണൂർ എയർപോർട്ടിലേക്കാണ്. പാൽച്ചുരം ഒരു അടിപൊളി ചുരമാണ്. അതുപോലെ തന്നെ അതിമാരകമായ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. എപ്പോഴും മണ്ണിടിച്ചിലും മൂടൽ മഞ്ഞും ഉള്ള ഒരു സ്ഥലമാണിത്. ഇതിലിങ്ങനെ കാറുകളൊക്കെ വരുന്ന എല്ലാം 4 ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടാണ്. റോഡിന് ഒന്നാമത് വീതി കുറവാണ്, പിന്നെ നല്ല വളവും വലിയ കൊക്കയും. ഇതിനകത്ത് നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരൊറ്റ വണ്ടി പോലും തിരിച്ചു കിട്ടില്ല. അതുപോലത്തെ മാരകമായ കൊക്കയാണ് ഇവിടെ. വലിയ കുഴികൾ. ഇവിടെയാണ് മണ്ണിടിഞ്ഞ റോഡ് കുറേ ദിവസം ബ്ലോക്കായിരുന്നു. പിന്നെ അതെല്ലാം മാറ്റി വീണ്ടും ഗതാഗതം തുടങ്ങി. ഇപ്പോൾ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മഞ്ഞ് മൂടി കിടക്കും, ഒന്നും കാണാൻ പറ്റില്ല. വളരെ പതുക്കെയാണ് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. 20 കിലോമീറ്ററാണ് ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡ്, അതിലും താഴെ ഓടിക്കാൻ പറ്റുള്ളൂ. റോഡിൽ നിറയെ കട്ടറുകളൊക്കെ ഉള്ള റോഡാണ്. മഞ്ഞ് മൂടി കിടക്കുന്ന ഫുൾ ഒരു കുന്നും കാടുമൊക്കെയാണ്. ഈ ചുരം ഇറങ്ങി ചെല്ലുന്ന നേരെ കൊട്ടിയൂരാണ്. കൊട്ടിയൂർ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഈ പാൽച്ചുരത്തിലുടനീളം ഒത്തിരി വാട്ടർഫാൾസുകളുണ്ട്. പാൽച്ചുരം വാട്ടർഫാൾസ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫാൾസാണ്. ഇതുപോലെ കുത്തനെയുള്ള ഇറക്കവും പിന്നെ വളവുകളും ചെറിയ റോഡും. അതാണ് ഈ പാൽച്ചുരത്തിൻ്റെ ഒരു പ്രത്യേകത. മഞ്ഞ് മൂടി കിടക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല. ഇതുപോലെ മൂടൽ മഞ്ഞാണ് എല്ലായിടത്തും. വലിയ കുന്നാണ് ഒരു സൈഡ്. ഒരു മൗണ്ടൻ ഏരിയ തന്നെയാണിത്. വയനാട്ടിലേക്ക് കയറി വരാനുള്ള മറ്റൊരു ചുരമാണിത്. കണ്ണൂരിൽ നിന്ന് 2 ചുരമാണുള്ളത്. ഒന്ന് നെടുമ്പോയിൽ നിന്ന് വരുന്ന ചുരവും പിന്നെ ഈ കൊട്ടിയൂരിൽ നിന്ന് വരുന്ന പാൽച്ചുരവും. ഈ 2 ചുരങ്ങളാണ് നമുക്ക് വയനാട്ടിലേക്ക് കണ്ണൂരിൽ നിന്ന് കയറി വരാനുള്ള 2 വഴികൾ. കണ്ടില്ലേ, റോഡ് ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കാണ്. വളവുകളിലൊക്കെ ഇതേപോലെ മാരകമായി കിടക്കുകയാണ്. താഴേക്ക് പോയാൽ ഭയങ്കരമായ കൊക്കയാണ്. എന്നാലും ഇതൊരു അടിപൊളി ഇതാണ് കേട്ടോ. അടിപൊളി ഒരു യാത്രയാണ്. ഇതിൽ ട്രക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഈ മലയുടെ മുകൾ ഭാഗം ഒന്നും കാണാൻ പോലും പറ്റില്ല. ഫുള്ള് മഞ്ഞ് മൂടി അങ്ങനെ കിടക്കുകയാണ്. പല വണ്ടികളും, അവിടെ ഒരു കാറ് അതവിടെ സ്റ്റക്കായി കിടപ്പുണ്ട്. ഈ കാർ ഇതേ ഇവിടെ നിന്ന് പോയി. ഞങ്ങൾ അവിടെ നിർത്തി ഒന്നിറങ്ങി അവരുടെ അടുത്തൊന്നും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ്. അവർ ഹെൽപ്പ് ചോദിച്ചായിരുന്നു. പക്ഷെ അവരുടെ വണ്ടിയുടെ ബാറ്ററി വീക്കായതാണ്, അവർക്ക് കയറി വരാൻ പറ്റിയില്ല. വളവുകളൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കി ഭാഗം ഇതേപോലെ കൺട്രോൾ വെന്റിലേഷൻ പോലെ കട്ടറുകളൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇതിലേ നേരെ ഒരു വലിയ കുഴിയാണ്. കുറേ വണ്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നു. പക്ഷെ പൊക്കിയെടുക്കാൻ പറ്റില്ല, അത്രയധികം ആഴമുള്ള